ഹലോ മൾട്ടിപ്ലാൻ ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റൂട്ട് സ്റ്റോറിയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മോസിൻ. ഇന്ന് ഞാൻ ഓർക്കിഡിൽ നടത്തിയ ഒരു ചെറിയൊരു പരീക്ഷണം ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർക്കിഡ്സിൻ്റെ സീഡ്ലിങ്സ് വളർത്തിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലേ ഫ്ലവർക്ക് ആയി വരാനായിട്ട്. അപ്പോൾ നമുക്ക് ഓർക്കിഡ്സിൻ്റെ സീഡ്ലിങ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് വാട്ടറിൽ വളർത്തിയെടുക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഞാൻ കുറച്ച് സീഡ്ലിങ്സ് വളർത്തി എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജസ് ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ ഓർക്കിഡ്സിനെ അറിയാം, ഓർക്കിഡ്സിന് ഒരുപാട് വെള്ളം കൂടിയ നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് ആണ്. വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് ഇങ്ങനെ ഒരു വാട്ടറിൽ സീഡ്ലിങ്സ് വളർത്തുന്നത്. അപ്പോൾ വെറും വെള്ളം മാത്രമല്ല, നമ്മൾ അതിന് വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളിന്ന് വെള്ളത്തിൽ ഓർക്കിഡ്സിൻ്റെ സീഡ്ലിങ്സ് ഒക്കെ വളർത്തി വലുതാക്കി എടുക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. എന്നും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലോട്ടസ്, വാട്ടർ ലീസ്, വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമാണെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും ആൾ ഇന്ത്യ ആയിട്ട് നമ്മൾ കുറേ സർവീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഈ കാണുന്നതാണല്ലേ, ഇത് ഞാൻ കുറച്ച് ഓർക്കിഡ്സിൻ്റെ സീഡ്ലിങ്സ്, ഇതിൽ ഡെൻഡ്രോബിയം ഉണ്ട്, ഫെലനോപ്സിസ് ഉണ്ട്, ഡാൻസിങ് ഫ്ലവർ ഉണ്ട്. ഇത്രയും ഞാൻ ഈ വെള്ളത്തിൽ വെച്ചാണ് വളർത്തുന്നത്. പക്ഷേ നമ്മുടെ പോട്ടി മിക്സ് ഉൾപ്പെടെയാണ് ഈ ഒരു ട്രെയിൽ വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട് കേട്ടോ. പ്ലാന്റ്സ് എല്ലാം നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. നല്ല രീതിയിൽ റൂട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ട്രെയിലാണ് സെറ്റ് ചെയ്തത്. കണ്ടില്ല, ഈ ട്രെയുടെ പകുതി വെള്ളം ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ സീഡ്ലിങ്സിനെ വളർത്തിയെടുക്കുന്നത്. സോ അത്യാവശ്യം എനിക്ക് തോന്നിയിട്ട് ഞാനിത് വളർത്തി നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഫാസ്റ്റ് ഗ്രോയിങ് ആട്ടോ സീഡ്ലിംഗ് പ്ലാന്റ്സ് ഒക്കെ. നോർമലി വെക്കുന്നതിനും കാട്ടി നമ്മളിത് വെള്ളത്തിൽ കുറച്ച് വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നോക്കിയാൽ റൂട്ട്സ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ കൂടെ നന്നായിട്ട് റൂട്ട്സ് നല്ല ഫാസ്റ്റായിട്ട് ഇറങ്ങി വരും. അതുപോലെ തന്നെ ഇത് ഡാൻസിങ് ലോൺസീഡത്തിൽ വരുന്ന ഒരു സീഡ്ലിംഗ്, ഒരു പ്ലാന്റ് ആട്ടോ. ഇത് വെറും തൊണ്ടിൻ്റെ പീസിൽ വെച്ചിരിക്കുന്നതാ. ഇതിൽ നോക്കിക്കേ, വെറും വെള്ളത്തിരുന്ന പ്ലാന്റാ. സ്പൈക്ക് വന്നിട്ടില്ലേ, ഒരു ബഡ് വരെ വന്നു. ഈ ഒരു വെള്ളത്തിൽ ഇരുന്ന പ്ലാന്റ് ആട്ടോ ഇത്. പിന്നെ നമ്മൾ മറ്റു വളങ്ങളൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഇതിന് ഈ ഒരു ട്രെയിനിനെ എടുത്തിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ അപ്പോൾ ഇത് കാണില്ലേ, ഈ കാണുന്ന ഇത്രയും പ്ലാന്റ്സ് ആണ് ഞാനിങ്ങനെ വെള്ളത്തിൽ വെച്ച് ഒന്ന് വളർത്തി നോക്കിയത്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഓർക്കിഡ്സ് ഒക്കെ വെള്ളത്തിൽ വെച്ച് ഇങ്ങനെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതലും ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ്, ഡെൻഡ്രോബിയം നശിച്ചു പോയ എന്ന് വെച്ചാൽ ഡാമേജ് ആയി ഫുൾ അഴുകി പോയ സീഡ്ലിംഗ് പ്ലാന്റ്സ്, പ്രൊപ്പഗേഷൻ ചെയ്തെടുത്ത പ്ലാന്റ്സ്, അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ഞാൻ ഇതിൽ കൂടുതലും സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ല, ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ നല്ലൊരു വെറൈറ്റി. അത്യാവശ്യം നല്ല രീതിയിൽ ഇതിന് വെച്ച ശേഷം പുതിയ റൂട്ടുകളൊക്കെ വന്നു. കണ്ടില്ല, അതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് പ്രൊപ്പഗേഷൻ ചെയ്ത ഒരു വളരെ ചെറിയ ഇത് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നമ്മളിതുപോലത്തെ ഒരു ചെറിയൊരു ട്രേയോ ബേസണോ എടുത്തിട്ട് അതിലൊരു കുറച്ച് പോർഷൻ നമ്മൾ വെള്ളം വെച്ചിട്ട് ഇതുപോലെ സീഡ്ലിങ്സ്, ചെറിയ പ്ലാന്റ്സുകളൊക്കെ നോർമലി ഞാൻ യൂസ് ചെയ്യുന്നത് കരി മോഡലുള്ള പോട്ടി മിക്സ് ആണ്. ആ ഒരു പോട്ടി മിക്സ് ഉൾപ്പെടെ ഇറക്കി അങ്ങ് വയ്ക്കും. പിന്നെ എൻ്റെ വാട്ടർ ലെവൽ കുറയുന്നതനുസരിച്ച് വെള്ളം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. ഒരുപാട് നിറച്ച് വെള്ളം ഒഴിക്കേണ്ട. ആ വെള്ളത്തിൻ്റെ ഒരു മോയ്സ്ചർ, ആ ഒരു ഈർപ്പം തട്ടിയിട്ട് ചെടിയുടെ വേരുകൾ ആ ഒരു വെള്ളത്തിൻ്റെ അടുത്തോട്ട് പെട്ടെന്ന് തന്നെ പോകണ കണക്ക് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. കണ്ടില്ല, ഇതിലൊക്കെ റൂട്ട്സ് കുറവുള്ള പ്ലാന്റ്സ് ആയിരുന്നു. ഇതിൽ വെള്ളം വെച്ച ശേഷം നല്ല ഈർപ്പം കിട്ടിയിട്ട് വളർന്നു വരുന്ന പ്ലാന്റ്സ്. വളരെ ചെറിയ തൈകൾ ഞാൻ വെച്ചതാ. ഇപ്പം നല്ല രീതിയിൽ വളരുകയും ചെയ്യുന്നു. ഒരു കുഞ്ഞു കണ്ടില്ല, എക്സ്ട്രാ ഒരു ഷൂട്ട് തന്നെ അതിൽ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ റൂട്ട് ഉണ്ടായി വരാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാട്ടോ ഇത്. അത് നമ്മുടെ സീഡ്ലിംഗ് പ്ലാന്റ്സിനെ കൂടുതലും ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നശിച്ചു പോകുന്ന പ്ലാന്റ്സ് ഒക്കെ ഇതുപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്ലാന്റിനെ തിരിച്ച് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു പോട്ടിൽ നിന്ന്, ഈ ഒരു ട്രേയിൽ നിന്ന് പ്ലാന്റിനെ മാത്രം എടുത്തിട്ട് ജസ്റ്റ് വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ ഈ ഒരു ലീഫിലൊക്കെ കാണുന്നത് സാഫ് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. വെള്ളത്തിലായതുകൊണ്ട് ഒരുപാട് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് 2 ആഴ്ച കൂടുമ്പോൾ സ്പ്രേ ചെയ്തുകൊണ്ട് കൊടുക്കണം ചെടിയിൽ. ഇത് കണ്ടോ, ഇത് ഫെലനോപ്സിസിൻ്റെ ഒരു വെറൈറ്റി സീഡ്ലിങ്സാണ്. പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ഫെലനോപ്സിസ് വെള്ളം കൂടിയ പെട്ടെന്ന് അഴുകി പോകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കണ്ടില്ല, ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് മോസം വെച്ചാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ല, ഇതിൻ്റെ ലീഫിൻ്റെ അടി നോക്കിക്കേ, പുതിയൊരു റൂട്ട് വളർന്ന് അങ്ങ് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതെ, ഫെലനോപ്സിന് ഇതുപോലെ വെള്ളം വെക്കാം. ഒരു കാരണവശാലും വെള്ളം ഈ ഒരു പോട്ടിൻ്റെ പകുതി കൂടി പോകുമ്പോൾ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ കണ്ടില്ലേ, ഇതുപോലെ കരിയുടെയൊക്കെ പൊടികളും ഇങ്ങനെ അഴുക്കായി വരും, വെള്ളം കേടായി വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും നമ്മുടെ പ്ലാന്റ്സിന്. ഇത് നോക്കിയാൽ വെറും സ്റ്റെമ്മ് മാത്രമുള്ള ഒരു ചെടി വെച്ചതോ അതിൽ പുതിയൊരു ഷൂട്ട് വരുന്നുണ്ടല്ലേ, പുതിയൊരു തൈ ഉണ്ടായി വരുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുവാണെങ്കിൽ നശിച്ചു പോയ പ്ലാന്റ്സൊക്കെ നമുക്ക് റിക്കവർ ചെയ്തിട്ട് രീതിയിൽ നോക്കിയാൽ ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ട് വരുന്നുണ്ടല്ലേ. നല്ല രീതിയിൽ റൂട്ട് ആ ഒരു വെള്ളത്തിൻ്റെ അങ്ങോട്ട് തന്നെ ഫാസ്റ്റായിട്ട് വളരും. നല്ല ഈർപ്പം തട്ടിയാണ് ഇതിൻ്റെ ഓർക്കിഡ്സിൻ്റെ റൂട്ടുകൾ കൂടുതലും അങ്ങോട്ട് പോകുന്നത്. നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ ഈ വെള്ളത്തിൽ അധികം വളങ്ങൾ വിടാൻ പാടില്ല.
അപ്പം ഓർഗാനിക് വളങ്ങളൊക്കെ വീണ പെട്ടെന്ന് തന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. കേടായി അഴുക്കായി നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും എന്തുവാ ഇതിൽ ട്രെയിനിൻ്റെ അകത്ത് ഈ വെള്ളത്തിലധികം വളങ്ങളെ വീട്ടായിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഒൻസീഡിയം ഡാൻസിങ് കളർ ഓർക്കിഡാണ്. നല്ല രീതിയിൽ ഇത് വെറും നമ്മൾ തൊണ്ടിൻ്റെ പീസിൽ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, നിറച്ച് റൂട്ട്സൊക്കെ വന്ന് അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. അതിൽ സ്പൈക്കും വന്നിട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ സീഡ്ലിങ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ഓർക്കിഡ്സ് വളർത്തിയെടുക്കും കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലായത് തന്നെ കുറച്ച് കെയറിങ് നമ്മൾ ചെയ്യാൻ വേണം കേട്ടോ. വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ എന്തുവാ വേനൽക്കാലത്ത് കൂടുതൽ ഹെൽപ്ഫുൾ ആകും കേട്ടോ. ഇതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ ചെറിയ തൈകൾ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കും. എപ്പോഴും വളരാനുള്ള വളങ്ങളാണ് വേണ്ടത്. ഫ്ലവറിങ്ങിൻ്റെ വളങ്ങൾ കൊടുത്താൽ അതിൻ്റെ ഗ്രോത്ത് കുറഞ്ഞ് ചെടി മുരടിച്ച് വന്ന ടെൻഡൻസി കൂടി വരും. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ചെറിയ പ്ലാന്റ്സിനൊന്നും ഫ്ലവറിങ്ങിൻ്റെ വളങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ട്രേയിൽ ഇരിക്കുന്ന പ്ലാന്റ്സുകൾ, ഈ ഒരു സീലിങ്സ് ഒക്കെ ഞാൻ വെച്ചിരിക്കുന്നത്, ഞാൻ എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സ് എല്ലാം ഗ്രീൻ ഹൗസിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഷെയ്ഡഡ് പോർഷൻ എന്ന് വെച്ചാൽ തീരെ ഷെയ്ഡ് ആവാനും പാടില്ല, അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ ഈ ഒരു സീഡ്ലിംഗ് പ്ലാന്റ്സും സെറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ സീഡ്ലിങ്സ് നല്ല രീതിയിൽ വളർന്നു വരത്തുള്ളൂ കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ടുള്ള ചെറിയ ചെറിയ തൈകൾ ഓർക്കിഡ്സിൻ്റെ വളർത്തി വലുതാക്കി ഫ്ലവർ കാണാൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ഓർക്കിഡ്സ് ചെറിയ തൈകൾ വെള്ളത്തിലും വളരെ ഈസി ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വന്ന സീഡ്ലിങ്സ് ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് വളർത്തി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ പ്ലാന്റ്സ് കുറച്ച് ഫാസ്റ്റായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടെ ഇത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിനും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വേണ്ടി വിചാരിക്കരുത്. വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.